പയ്യന്നൂർ നഗരസഭ ശനിയാഴ്ച അവതരിപ്പിച്ച ബജറ്റ് നിരാശാജനകമാണെന്ന് പ്രതിപക്ഷം. യുഡിഎഫിനെ താറടിച്ചു കാണിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് കാണാൻ സാധിച്ചതെന്നും പ്രതിപക്ഷം. ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ഭരണസമിതിയെ കണ്ടത്. ചുറുചുറുക്കുള്ള യുവാവ് എന്ന നിലയിൽ അദ്ദേഹം നല്ലൊരു ഭരണം കാഴ്ചവെക്കുന്നു. പക്ഷേ ഈ ബജറ്റ് വളരെ നിരാശാജനകമാണ്. കഴിഞ്ഞ ബജറ്റിൻ്റെ കുറേ കാലങ്ങളായി അവതരിപ്പിച്ച ബജറ്റിന് തനിയാവർത്തനം. നമുക്ക് വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾ, മുനിസിപ്പാലിറ്റിക്ക് വിട്ടുകിട്ടുന്ന സ്ഥാപനങ്ങൾ, സ്കൂളുകൾ, മറ്റ് കൃഷിഭവൻ എന്നുള്ളതിന് പദ്ധതി വീതിച്ച് നൽകിയതല്ലാതെ മറ്റൊരു വികസന കാഴ്ചപ്പാടും ഇതിനില്ല. ഉദാഹരണം പറഞ്ഞാൽ 27 വർഷമായി നമ്മുടെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പണി തുടങ്ങി. 2014 അന്നത്തെ മന്ത്രിയായിരുന്ന മഞ്ഞാളംകുളി അതിൻ്റെ പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തപ്പോൾ 2 കോടിയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ്. അത് കഴിഞ്ഞ് ഇപ്പം 12 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പം പറയുന്നു ഈ ബജറ്റിൽ നീക്കിവെച്ചത് 3 കോടിയാണ്. കഴിഞ്ഞ ബജറ്റിൽ ഇതിനു വേണ്ടി നീക്കിവെച്ചത് 75 ലക്ഷം രൂപ യാർഡ് നിർമ്മാണത്തിന് നീക്കിവെച്ചു. അത് ഇതുവരെ ഒന്നുമായിട്ടില്ല. എല്ലാ വർഷവും ഒരു ബഡ്ജറ്റ് നടത്തണമല്ലോ എന്ന രീതിയിലാണ് ഒരുപാട് ഇല്ലാത്ത ഫണ്ട് നീക്കിവെച്ചുകൊണ്ട് ഇന്നിവിടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ട് ഈ ബഡ്ജറ്റിൽ സംസാരിച്ചതെല്ലാം യുഡിഎഫിനെ താറടിച്ച് കാണിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് എനിക്ക് കാണാൻ സാധിച്ചത്. രാഹുൽ ഗാന്ധി ഫണ്ട് മുക്കിയെന്നും ഒക്കെയുള്ള ഒരുപാട് അനാവശ്യമായ ഒരു ചർച്ചകളാണ് നമ്മുടെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ മറ്റുള്ള കൗൺസിലർമാർ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നമുക്ക് പയ്യന്നൂർ നഗരത്തെ വികസനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള യാതൊന്നും ഈ ബഡ്ജറ്റിൽ കാണുന്നില്ല. അതുകൊണ്ട് തീർത്തും നിരാശാജനകം തന്നെയാണ് ഇന്നത്തെ ബഡ്ജറ്റ്.